നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്രോച്ചസ് ടു നോളജ് റെപ്രസെൻറ്റേഷൻ ആണോ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇഷ്യൂസ് ഇൻ നോളജ് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ദർ ആർ മെനി ഇഷ്യൂസ് ദാറ്റ് കം അക്രോസ് when we are applying specific mechanism to represent various kinds of real world knowledge. They are, first one, are any attributes of objects so basic that they occur in almost every problem domain? If there are, what are they? And second question, are there any important relationship that exist among attributes of objects? Next one, at what level should knowledge be represented? Is there a good set of primitives into which all knowledge can be broken down? Is it helpful to use such primitives? Next question, how should set of objects be represented? And next one, given a large amount of knowledge stored in a database, then how can the relevant parts be accessed when they are needed? So ഈ ഇഷ്യൂസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യണം വൺ ബൈ വൺ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആർ എനി ആട്രിബ്യൂട്ട്സ് ഓഫ് ഒബ്ജെക്ട്സ് so basic that they occur in almost every problem domain. If exist, what are they? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസ്ബോളിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളൊരു സ്ട്രക്ചർ, ഒരു സെമാൻറ്റിക് നെറ്റ്വർക്ക് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, രണ്ട് സ്പെസിഫിക് ആട്രിബ്യൂട്ട്സ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ ആർ ഈസ് എ ആട്രിബ്യൂട്ട് ആൻഡ് ഇൻസ്റ്റൻസ്. ദീസ് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് ആട്രിബ്യൂട്ട്സ് present in the knowledge representation. They have general significance. Instance and ESA have, instance is a class membership relation and ESA is a class inclusion. These attributes are important because they support property inheritance. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ്. നമുക്കതിനെ ഡിഫറെൻറ്റ് വേസിൽ കോൾ ചെയ്യാൻ പറ്റും ഇൻ AI സിസ്റ്റംസ്. എന്തായാലും അവ ഒരേ നമുക്ക് ഇൻസ്റ്റൻസ് ഈസി എന്ന് പറയുന്നത് തന്നെ ഉപയോഗിക്കണമെന്നില്ല. മെനി നെയിംസിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. പക്ഷേ അതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്ലാസ് മെമ്പർഷിപ്പും ആൻഡ് ക്ലാസ് ഇൻക്ലൂഷനുമാണ്. സാധാരണ ക്ലാസ് ഇൻക്ലൂഷൻ ഒരു ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഒരു ട്രാൻസിറ്റീവ് കാര്യമായിരിക്കും ക്ലാസ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർ ദർ എനി ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് എമംഗ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഒബ്ജെക്ട്സ്? അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ട്സ് നമ്മൾ പഠിച്ചു അല്ലേ. ഈ ആട്രിബ്യൂട്ട്സ് തമ്മിൽ എന്തായാലും സം റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. The attributes that we use to describe objects are themselves entities ആണ്, നമുക്കറിയാം. they are entities. There are four properties that they have and these properties are specific knowledge based entities ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻവേഴ്സസ്. സെക്കൻഡ് പ്രോപ്പർട്ടി എക്സിസ്റ്റൻസ് ഇൻ an ESA hierarchy. Third one, techniques for reasoning about values. And fourth one, single valued attributes. അതിൽ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഇൻവേഴ്സസ് ആണ്. ഇൻവേഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു റിലേഷൻഷിപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ബൈനറി റിലേഷൻഷിപ്പ്. നമ്മളെപ്പോഴും സ്പെസിഫൈ ചെയ്യുക ബൈനറി റിലേഷൻഷിപ്പാണ്. ദാറ്റ് ഈസ് ഒബ്ജക്ട്സ് വിത്ത് ടു ആൻഡ് ഫ്രോ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് സാധാരണയായിട്ട് റിയൽ വേൾഡിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ നമ്മൾ പറയുമെങ്കിലും വി ഫോക്കസ് ഓൺ ഒബ്ജക്ട്സ് ആൻഡ് ദർ ബൈനറി റിലേഷൻ ബിറ്റ്വീൻ ദീസ് ഒബ്ജക്ട്സ്. അപ്പോൾ സാധാരണയായിട്ട് ആട്രിബ്യൂട്ട്സ് ഈ ബൈനറി റിലേഷൻഷിപ്പാണ് ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻസ്, ഈസെ ആൻഡ് ടീം ആർ ആട്രിബ്യൂട്ട്സ് ആണ്. ഈ ഓരോന്നും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫിഗറൊന്നും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും എന്താണ് അസോസിയേറ്റഡ് വിത്ത് എ ഡയറക്റ്റഡ് ആരോ ആണ്. ആ ഡയറക്റ്റഡ് ആരോ ഈസ് ഒറിജിനേറ്റിംഗ്
from an object and terminating at another object representing either an object or a particular value. അപ്പോൾ ഒബ്ജക്റ്റ് ബൈ ഒബ്ജക്റ്റ് ആണെങ്കിൽ ദറ്റ് ഈസ് എ ബൈനറി റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് വാല്യൂ ആണെങ്കിൽ അത് ഇസ് നോട്ട് എ സിമെട്രിക് റിലേഷൻ. അങ്ങനെയുള്ള കേസസ് ഫോർ എക്സാമ്പിൾ നമ്മൾ സിബ്ലിങ്സിനെ പറയും, സിമെട്രിക് അല്ലാത്ത റിലേഷനാണ് സിബ്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിബ്ലിങ്സ് പോലെയുള്ള ദാറ്റ് ഈസ് നോട്ട് സിമെട്രിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിംഗിൾ റെപ്രസെൻറ്റേഷനിൽ തന്നെ എന്ത് ചെയ്യാം, ബോത്ത് റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്യാം. ദാറ്റ് ഇഗ്നോർ ഫോക്കസ്. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനേക്ക് ഫോക്കസ് ഒന്നും ഉണ്ടാവില്ല, ജനറൽ ആയിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് റിലേഷൻഷിപ്പ് ബോത്ത് ഒബ്ജക്ട്സിനെ ഒരു സിംഗിൾ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ റെപ്രസെൻറ്റേഷൻ പെർഫോം ചെയ്യാണ് ചെയ്യുന്നത്. സാധാരണ ലോജിക്കൽ റെപ്രസെൻറ്റേഷൻസ് എല്ലാം നമ്മൾ ഇതേപോലെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ടീം ഓഫ് PV Reese ആൻഡ് ബ്രൂക്ലിൻ ഡോഡ്ജേഴ്സ്. അപ്പോൾ ടീം ഓഫ് PV Reese, ബ്രൂക്ലിൻ ഡോഡ്ജേഴ്സ് എന്ന് പറയുമ്പോൾ ബോത്ത് ആർ ടീമാണ് എന്നുള്ളത് നമുക്ക്, ബേസ്ബോൾ ടീമാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിലൊരു പർട്ടിക്കുലർ ഒബ്ജക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. അത് ഈ PV Reese ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ബ്രൂക്ലിൻ ഡോഡ്ജേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഈ അസേർഷൻ ഈക്വലി ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് ബോത്ത് അബൌട്ട് PV Reese ആൻഡ് ബ്രൂക്ലിൻ ഡോഡ്ജേഴ്സ്. പക്ഷേ ആക്ച്വലി ദേ ആർ ഡിപ്പെൻഡൻസ് സ്പെസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതർ ഫാക്ടേഴ്സ് ഇൻ ദ നോളജാണ്. ഈ ഒരു ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി യൂസ്ഡ് ഡിപ്പെൻഡ് ഓൺ അതർ അസേർഷൻസ് ദാറ്റ് ദ സിസ്റ്റം കണ്ടെയ്ൻസ്. ഇനി സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ദാറ്റ് ഫോക്കസ് ഓൺ സിംഗിൾ എൻറ്റിറ്റി ബട്ട് ടു യൂസ് ദം ഇൻ പെയേഴ്സ്. ദാറ്റ് ഈസ് വൺ ആസ് ദ ഇൻവേഴ്സ് ഓഫ് അതേഴ്സ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടീം ഇൻഫർമേഷൻ വിത്ത് 2 ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. വൺ അസോസിയേറ്റഡ് വിത്ത് PV Reese എന്ന് പറയുമ്പോൾ ടീം ഈസ് ഈക്വൽ ടു ബ്രൂക്ലിൻ ഡോഡ്ജേഴ്സ്. ഇനി വൺ അസോസിയേറ്റഡ് വിത്ത് ബ്രൂക്ലിൻ ഡോഡ്ജേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ടീം മെമ്പേഴ്സ് ഈസ് ഈക്വൽ ടു PV Reese എക്സെട്ര നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഈ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഇൻവേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ്, നമ്മൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ we should accompany a knowledge acquisition tool. A knowledge acquisition tool guarantees the consistency of inverse loads by forcing them to be declared, and they check each time a value is added to one attribute, that corresponding value is added to the inverse. അപ്പോൾ നമ്മളൊരു നോളജ് അക്വസിഷൻ ടൂൾ ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോഴും എന്ത് ഗ്യാരണ്ടി ചെയ്യും, നമ്മൾ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സമയം തന്നെ അതിൻ്റെ ഇൻവേഴ്സിനും ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് അനീസെ ഹൈറാർക്കി ആട്രിബ്യൂട്ട്. നമുക്കറിയാം there are attributes and specialization of attributes in a class of objects. For example, നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഹൈറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് is a specialization of a more general attribute of physical size. ഇനി physical size is also a specialization of physical attribute. അപ്പോൾ നമുക്കിങ്ങനെ ജനറലൈസേഷൻ, സ്പെഷ്യലൈസേഷൻ, റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്യാം. ഈ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആട്രിബ്യൂട്ട്സ് ദാറ്റ് സപ്പോർട്ട് ദീസ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വരുന്നത് ഇൻഹെറിറ്റിംഗ് ഇൻഫർമേഷനാണ് അല്ലേ. നമ്മൾ ഫിസിക്കൽ ആട്രിബ്യൂട്ടിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫിസിക്കൽ സൈസ് എടുക്കുന്നത്, അതിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഓരോന്നും സ്പെഷ്യലൈസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂസ് ഇൻഹെറിറ്റ് ചെയ്യാണ് ഇൻഫർമേഷൻ. നമ്മൾ പറയും ഈ ഇതൊരു
constraints on the values that the attribute can have, and mechanism for computing those values. So this is a hierarchy of attributes. Next നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടെക്നിക്സ് ഫോർ റീസണിങ് അബൌട്ട് വാല്യൂസ് ആണ്. ടെക്നിക്സ് ഫോർ റീസണിങ് അബൌട്ട് വാല്യൂസ്. Sometimes the values of attributes are specified explicitly. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ടീം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിരുന്നു PV റീസും ഡോഡ്ജേഴ്സും, അല്ലെങ്കിൽ നമ്മൾ ബാറ്റിംഗ് ആവറേജ് 0.106 കൺസിഡർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 256 കൺസിഡർ ചെയ്തിട്ടുണ്ട്. ദേ ആർ എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈഡ് in the knowledge base when they are created. If suppose the values are not given explicitly, we have some reasoning system that must reason about values. So there are several kinds of information that can play a role in the reasoning. They include information about type of the value. For example, the value of height must be a number measured in unit of length. Next one is constraints on the value. It is often stated in terms of related entities. What are the constraints? നമ്മൾ പറയും ഹൈറ്റ് ആണെങ്കിൽ ഒരു പേഴ്സൻ്റെ ഹൈറ്റ് മാക്സിമം വരാവുന്ന ലിമിറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഏജ് ലിമിറ്റ് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ഒരു സാലറി ഓഫ് എൻ എംപ്ലോയീസ് നോ മോർ ഗ്രേറ്റർ ദാൻ സാലറി ഓഫ് മാനേജർ. അങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് നമുക്ക് സ്പെസിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ഓഫൺ stated in terms of related entities. In next, rules for computing the value when it is needed. These rules are called backward rules or if needed rules. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിളിൽ നമ്മളൊരു 100ൻ്റെ ഈക്വൽ ടു 100 നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് പോയപ്പോൾ ഈക്വൽ ടു 100 എന്ന് പറയുന്ന ഒരു ഇൻഫറൻസ് റൂളിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ബാറ്റ് ആട്രിബ്യൂട്ട്സിന് വരുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് വാല്യൂ ഇല്ലെങ്കിൽ വി ഷുഡ് ഹാവ് ആസ് എ റൂൾ ഫോർ കമ്പ്യൂട്ടിംഗ് ദ വാല്യൂ. നെക്സ്റ്റ്, റൂൾസ് ദാറ്റ് ഡിസ്ക്രൈബ് ആക്ഷൻസ്. സോ ഈ ടൈപ്പ് ഓഫ് റൂൾസിനെ നമ്മൾ ഫോർവേഡ് റൂൾസ് എന്ന് പറയും, അല്ലെങ്കിൽ if added rules that were taken if a value ever become known. Next one is single valued attribute. ഈ സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വെരി സ്പെസിഫിക് ആണ്, പക്ഷേ വെരി യൂസ്ഫുൾ കൈൻഡ് ഓഫ് ആട്രിബ്യൂട്ട് ആണ്. ദാറ്റ് ഗ്യാരണ്ടി ടു ബി പ്രൊവൈഡ് എ യുണീക്ക് വാല്യൂ. ഫോർ എക്സാമ്പിൾ, ഒരു ബേസ്ബോൾ പ്ലെയർ ക്യാൻ അറ്റ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഹാവ് ഓൺലി സിംഗിൾ ഹൈറ്റ് ആൻഡ് ക്യാൻ ബി എ മെമ്പർ ഓഫ് ഓൺലി എ പർട്ടിക്കുലർ ടീം. അപ്പോൾ രണ്ട് ടീമിൽ മെമ്പർ ആകാൻ പറ്റില്ല. അതേപോലെ നമുക്ക് പറയാം, ഒരു പേഴ്സൺ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ ഏജ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് ആണ് ഉണ്ടാവുക. അതൊക്കെ ഒരു സിംഗിൾ വാല്യൂ ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ആ പേഴ്സണ് ഒരു സിംഗിൾ വാല്യൂ മാത്രമേ നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ സപ്പോസ് ഇഫ് ദർ ഈസ് ഓൾറെഡി എ വാല്യൂ പ്രസൻറ്റ് ഫോർ വൺ ഓഫ് ദീസ് ആട്രിബ്യൂട്ട്സ് ആൻഡ് എ പർട്ടിക്കുലർ ഡിഫറെൻറ്റ് വാല്യൂ ഈസ് asserted, then either a change has occurred in the world or there is a contradiction in the knowledge base. So if there is such a contradiction, that needs to be resolved. So knowledge representation system have different approaches to provide support for single valued attributes. They include, അപ്പോൾ സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റംസിൽ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ആൻ എക്സ്പ്ലിസിറ്റ് നൊട്ടേഷൻ ഫോർ ടെമ്പറൽ ഇൻ്റർവൽ. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് പ്രൊവൈഡ് ചെയ്യുക, ആ ടൈം പീരീഡിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ മാത്രമേ പാടുണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ സമയത്ത് നമുക്കൊരു ഡിഫറെൻറ്റ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് വാല്യൂസ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിഗ്നൽ കോൺട്രഡിക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതാണ് ഇൻട്രൊഡ്യൂസ് ആൻ എക്സ്പ്ലിസിറ്റ് നൊട്ടേഷൻ ഫോർ ടെമ്പറൽ ഇൻ്റർവെല്ലിൽ വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അസ്യൂം ദാറ്റ് ദ ഓൺലി ടെമ്പറൽ ഇൻ്റർവെൽ ദാറ്റ് ഈസ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് നൗ. ദാറ്റ് ഈസ് നമ്മളൊരു ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആ ഒരു സമയത്തേക്ക് മാത്രം, അതായത് പുതുതായിട്ടൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പഴയ വാല്യൂ ഡിലീറ്റ് ആയി പോകും. ആ ടെമ്പറൽ ടൈം എന്ന് പറയുന്നത് അറ്റ് പ്രസൻ്റ് ആണ്.
If new value is asserted, replace the old value. Last one, provide no explicit support. That is, knowledge base builders can add axioms that state that if an attribute has one value, then it is not have all other values. That is, the knowledge builders axioms provide ചെയ്യാണ്. ഒരു സിംഗിൾ വാല്യൂ ഉണ്ടെങ്കിൽ അതർ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യാണ്. ഇനി ബാക്കി വരുന്ന അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക്, അതായത് അടുത്ത ഇഷ്യൂസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം.